2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് LDFിനെ സംബന്ധിച്ചിടത്തോളം ഭരണം വീണ്ടെടുക്കുക, അതോടൊപ്പം തന്നെ UDFിനെ സംബന്ധിച്ചിടത്തോളം ഭരണം അട്ടിമറിച്ച് ഭരണത്തിലെത്തുക, BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയൊരു ശക്തിയായിട്ട് തന്നെ മാറുക. ഈ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ പറയുന്ന തരത്തിൽ പല തരത്തിലുമുള്ള രാഷ്ട്രീയ സർവേകൾ, അതോടൊപ്പം തന്നെ ദേശീയ സർവേകൾ ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സമയമാണ്. ചില കണക്കുകൾ, അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെയും പുറത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, കേരളത്തിലെ പല ജില്ലകളിലും എന്തുതരം അട്ടിമറികൾ സംഭവിക്കും? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് എന്തുതരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത്? കൊല്ലത്തെ 11 നിയമസഭാ മണ്ഡലങ്ങൾ, കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, ചാത്തന്നൂർ, കൊല്ലം, ഇരവിപുരം, ഇവിടങ്ങളിലൊക്കെ തന്നെ എന്തുതരം അട്ടിമറികൾ, എന്തുതരം മാറ്റങ്ങളാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് നോക്കാനായി പോകുന്നത്. ഓരോ സ്ഥലങ്ങളായി നമുക്ക് നോക്കാം. അതിൽ ആദ്യം നമുക്ക് കുന്നത്തൂർ നോക്കാം. കുന്നത്തൂർ നിലവിൽ LDF ആണ്. തീർച്ചയായിട്ടും അവിടെ ഒരു അട്ടിമറിയിലേക്കല്ല കാര്യങ്ങൾ, പക്ഷെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ഈ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നു. അതായത് LDF UDF തമ്മിലുള്ള ഒരു മത്സരം, അവിടെ തീർച്ചയായിട്ടും LDFിന് നിലവിൽ ഒരു മുൻതൂക്കം കാണുന്നുണ്ടെങ്കിൽ പോലും ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറും. കരുനാഗപ്പള്ളി UDF ആണ് നിലവിൽ, അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ സർവേ. ചവറ LDF UDF പോരാട്ടമായി മാറും. 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. BJP വോട്ടുകൾ നിർണായകമായി മാറുന്ന ഒരു സ്ഥലം. കൊട്ടാരക്കര നിലവിലത് LDFിൻ്റെ കൈവശമാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. LDFിനാണ് ഒരു മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. പത്തനാപുരത്ത് LDF ആണ് നിലവിൽ, അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിലും കാണുന്നത്. പുനലൂരാണ്, അവിടെ LDF ആണ് നിലവിൽ, അവിടെയും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി ചടയമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ, അവിടെ BJPക്ക് 22,000-ലധികം വോട്ടുകൾ നിലവിലുണ്ട്. അവിടെ ഒരു LDF UDF പോരാട്ടമായി മാറുകയും അവിടെ തീർച്ചയായിട്ടും BJP വോട്ടുകൾ നിർണായകമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അവിടെ തീർച്ചയായിട്ടും ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇനി കുണ്ടറ വരുമ്പോഴത്തേക്കും കുണ്ടറ നിലവിൽ UDF ആണ്, അത് UDFിൻ്റെ കൈവശം തന്നെ ഇരിക്കുമെന്നാണ് ഈ ഒരു സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. ഇനി കൊല്ലത്തിലേക്ക് വരുമ്പോൾ അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്, അത് UDFിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. ഇരവിപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDFിൻ്റെ കൈവശമാണ്, അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടത്തിനാണ് കളമൊരുക്കാൻ പോകുന്നത്. അതായത് അവിടെ നിലവിൽ LDFിൻ്റെ കൈവശമാണ് ആ സീറ്റ്. 2ാം സ്ഥാനത്ത് അവിടെ നിലവിൽ നിൽക്കുന്നത് BJP ആണ്. 3ാം സ്ഥാനത്താണ് അവിടെ UDF. അവിടെ തീർച്ചയായിട്ടും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ട് സാധ്യത കൂടുതലാണ്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കായാൽ പോലും ഈ പറയുന്ന ചാത്തന്നൂരിൽ LDF വിജയിച്ചെങ്കിൽ പോലും LDF വോട്ടുകളിൽ വലിയ തോതിലുള്ളൊരു ഇടിവ് സംഭവിക്കുകയുണ്ടായി. ഏകദേശം 10,000-ഓളം വോട്ടുകൾ അവിടെ കുറയുന്ന തരത്തിലോട്ട് ചാത്തന്നൂർ LDFിന് മാറി. BJPക്ക് ഏകദേശം 10,000-ഓളം വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ മാറി. അതായത് 43,000-ഓളം വോട്ടുകൾ BJPക്ക് ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചാത്തന്നൂർ നേടിയെടുക്കാൻ സാധിച്ചു. 3ാം സ്ഥാനത്ത് നിന്ന് UDFിനെ സംബന്ധിച്ചിടത്തോളം 30,000-ലധികം വോട്ടുകളാണ് നേടിയെടുക്കാൻ സാധിച്ചത്. LDF ആണ് വിജയിച്ചതെങ്കിൽ പോലും LDFിന് ഭൂരിപക്ഷം 2016 കുറയുന്ന തരത്തിലോട്ടായിരുന്നു അവിടെ കാര്യങ്ങൾ മാറിയത്. ഇത് 2026 വരുമ്പോൾ എന്ത് അട്ടിമറി സംഭവിക്കുമെന്നാണ് ഏറ്റവും വലിയ ചോദ്യം. വലിയ തോതിലുള്ള ഇടിവ് വീണ്ടും വോട്ടിൽ വന്നു കഴിഞ്ഞാൽ LDFിന് കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ചാത്തന്നൂർ. അവിടെ BJP വോട്ടുകൾ ഇനിയും ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ BJPക്ക് വിജയ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കൊല്ലത്ത് ചാത്തന്നൂർ മാറിയിരിക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു LDF BJP കടുത്ത പോരാട്ടമായി തന്നെ മാറും. അതോടൊപ്പം തന്നെ അവിടെ LDFിൻ്റെ വോട്ടുകൾ പരമാവധി ഇത്തവണയും കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പരാജയത്തിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം. BJP വോട്ടുകൾ കൂടും, UDFിൻ്റെ വോട്ടുകളും കൂടാനായിട്ട് സാധ്യതയുണ്ട്. LDF വോട്ടുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവിടെ ഒരു BJP അട്ടിമറി വിജയം നേടിയെടുക്കുമോ എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യം. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യത നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ എന്ന കാര്യത്തിൽ സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ടോട്ടൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ
11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2021 കണക്കിൽ 9 സീറ്റുകൾ LDFും 2 സീറ്റുകൾ മാത്രമായിരുന്നു UDFിൻ്റെ കൈവശമുണ്ടായിരുന്നത്. ഒരു സീറ്റും BJP നേടിയെടുത്തില്ല. പക്ഷേ ഇത് നേരെ മറിച്ച് 2026 വരുമ്പോഴത്തേക്കും LDFിന് സീറ്റ് നഷ്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. UDFിന് സീറ്റ് കൂടും. BJPക്ക് ഒരു സീറ്റിൽ വിജയസാധ്യത വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ഇനി ആ ഒരു കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും നിലവിൽ 9 സീറ്റുകളുള്ള LDF അത് 6 or 5 ആയി ചുരുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2 സീറ്റുകളുള്ള UDFിന് അത് 4 or 5 ആകുന്ന തരത്തിലേക്ക് ഉയർന്നേക്കാം. BJPക്ക് ഒരു സീറ്റിലും വിജയസാധ്യത നിലനിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ LDFിന് സീറ്റുകൾ കുറയുകയാണ് അവിടെ ചെയ്യുന്നത്, UDFിന് സീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. BJPക്കും അവിടെ ഒരു വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് LDFിന് ഒരു തിരിച്ചടിയാണ് വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ നടക്കാനായിട്ട് സാധ്യത കൂടുതലായി കാണുന്നത്. UDFിന് ഒരു നേട്ടമുണ്ടാകും, BJPക്കും നേട്ടമുണ്ടാകും. ഇത് തീർച്ചയായിട്ടും ഒരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ ഒരു റിയാലിറ്റി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ? അതായത് 2021 ഒരു വലിയ തോതിലുള്ള ഒരു അട്ടിമറി നേട്ടം സ്വന്തമാക്കിയ LDFിൻ്റെ കോട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്ത് LDFിന് ഒരു വലിയ തോതിലുള്ള വിജയം അവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, 9 സീറ്റുകൾ. പക്ഷെ അത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും LDFിന് കോർപ്പറേഷൻ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് വലിയൊരു കനത്ത തിരിച്ചടി അവിടെ നേടുകയും അവിടെ UDF BJP ഒരു കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കുകയും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുകയും അവിടെ UDF ഭരണത്തിൽ വരികയും BJP വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുകയും സീറ്റുകൾ നിരവധി പിടിച്ചെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും LDFിന് ഭരണം പോവുകയും സീറ്റ് നഷ്ടമാകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറുകയും ചെയ്ത ഒരു ഇടതുകോട്ടയായിട്ട് കൊല്ലം മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തനിയാവർത്തനമാണോ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും 2026 പല അട്ടിമറികളും സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന കാര്യം ഉറപ്പാണ്.